സാറിന് ഞാൻ അങ്ങോട്ട് വിളിക്കാൻ തുടങ്ങുമായിരുന്നു. എന്തിന്? ഇവിടെ വന്നിട്ട് തനിക്ക് കുഴമ്പിട്ട് കയറാനോ? നാണമില്ലല്ലോടോ തനിക്ക്. ഒരു കാര്യം ചെയ്യാൻ പോയിട്ട് അടിയും കൊണ്ടുവന്ന് കിടക്കുന്നു. എന്ത് ചെയ്യാനാ സാറേ, അവര് നല്ല പ്ലാനിങ്ങിലായിരുന്നു, അതാ പറ്റിപ്പോയത്. പിന്നെ താൻ എന്താ വിചാരിച്ചത്? മോഷണം നടത്താൻ പോയ തനിക്ക് അവര് നല്ല ചുവന്ന പരവതാനി വിരിച്ച് തന്നെ സ്വീകരിക്കുമെന്നോ? എടോ, കക്കാൻ തീരുമാനിച്ചാ പോരാ, കക്കണം, പിന്നെ നിക്കണം. അത് പോട്ടെ, താൻ തല്ലുകൊണ്ട് തന്റെ വിധി. പിന്നെ ഈ ബെഞ്ചമിന് പണം കൊടുക്കണ്ടേ? അതിന് ഒന്നും നടന്നില്ലല്ലോ സാറേ. തൽക്കാലം ബെഞ്ചമിനോടൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറയൂ. ബെഞ്ചമിൻ ആരാ? തന്റെ അമ്മായിമ്മയുടെ മകനോ? പേര് കേട്ട ഒരു പ്രൊഫഷണൽ കില്ലറോട് സാമ്പത്തികത്തിന്റെ പേരിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറയുന്ന ആദ്യത്തെ ആള് താനായിരിക്കും. സാറിന് എന്താ കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാവില്ലേ? കണിമംഗലത്തെ തമ്പരാക്കന്മാരെ നേരെ ഉയർന്നു പോകുന്ന ശബ്ദം എനിക്ക് നേരെ എടുത്തിട്ടണ്ട. ഒരുതൻ അങ്ങനെ ചെയ്തിട്ടും അത് നെഞ്ചിന് നേരെ എടുത്തിട്ടിരിക്കാൻ ഞാൻ. ഇനി അത് ആവർത്തിച്ച എന്റെ തനി സ്വഭാവം താൻ കാണും. സാർ പ്ലീസ്. കൊടുക്കാൻ പണമില്ലെങ്കിലേ പണി നിർത്തി അയാളോട് പോവാൻ പറയാം. എന്നിട്ട് അച്ഛനും മോനും കൂടി അനുഭവിക്കാനുള്ള എല്ലാം അനുഭവിച്ചോ. തന്നെ കൊണ്ടൊന്നും ഒരു പ്രയോജനമില്ലല്ലോ. എനിക്ക് ജീവിക്കാനുള്ള മാർഗം ഞാൻ തന്നെ കണ്ടുപിടിക്കേണ്ടി വരും. സാറേ, നമുക്ക് ജയിലിൽ പോയി അച്ഛനെ ഒന്ന് കാണാം. അച്ഛൻ എന്തെങ്കിലും ഒരു മാർഗം പറഞ്ഞു തരും. അയാൾക്കെന്താ ജയിലിൽ നോട്ടടിയാ? സാറേ, ജയിലിൽ കിടക്കുന്നത് കണിമംഗലം ചന്ദ്രശേഖരനാ, അല്ലാതെ ഒരു സാധാരണക്കാരനല്ല. അച്ഛന്റെ കണക്ഷൻസ് സാറിന് അറിയില്ല. നമുക്കൊന്ന് പോയി നോക്കാം സാറേ. അച്ഛൻ പറയുന്ന തീരുമാനവും സാറിന് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ പിന്നെ സാറിന്റെ ഇഷ്ടം പോലെ ചെയ്തോ. ശരി ശരി, ഇനി പോയി നോക്കില്ലെന്ന് വേണ്ട. പക്ഷേ ജയിലിനകത്ത് കിടക്കുന്ന അച്ഛൻ കൂടി ഇരക്കാനാണ് ഭാവമെങ്കിൽ അവിടെ വെച്ച് തന്നെ ഞാനിത് അവസാനിപ്പിക്കും. ഞാനീ കിടന്ന് ബുദ്ധിമുട്ടുന്നത് ആരെ സൂചിപ്പിക്കാൻ വേണ്ടിയല്ല, പണത്തിന് വേണ്ടിയാ. പണത്തിന് വേണ്ടി ഞാൻ എന്തും ചെയ്യും, എന്തും. ഇത്രയ്ക്കും ക്രൂരത ഞങ്ങളോട് കാണിക്കാൻ അമ്മയ്ക്ക് എങ്ങനെ തോന്നിയത്? രാധികമ്മയോടുള്ള ദേഷ്യം കൊണ്ടാണ് അമ്മ ഇതൊക്കെ ചെയ്തതെന്ന് ഞങ്ങൾക്കറിയാം. പക്ഷെ ഇത്രയും നാളും ഒരു കളങ്കം പോലും ആളുകൾ പറയാത്ത എന്നെ ഒരു കള്ളന്റെ വേഷത്തിൽ അവിടെ കൊണ്ടേ നിർത്തിയത് അമ്മയല്ലേ? ദേവേട്ടന്റെ ഭാര്യയായി ഈ വീട്ടിലേക്ക് കയറി വന്ന നിമിഷം മുതൽ പെറ്റമ്മയായിട്ടല്ലേ ഞാൻ കണ്ടിട്ടുള്ളൂ. എന്നാലും എന്നോട് ഇത് ചെയ്തല്ലോ. ആ കളവ് മുതല് എന്റെ കഴുത്തിലിട്ട് തരുമ്പോ അമ്മ പറഞ്ഞത് സ്നേഹം കൊണ്ടാണെന്നാ. അത് വിശ്വസിക്കുന്ന മണ്ടത്തരം ഞാൻ കാണിച്ചു പോയി. ഇനി എന്തൊക്കെയാണ് അമ്മ തീരുമാനിച്ചിട്ടുള്ളത്? എന്തൊക്കെയാ ഉർവശിക്കും മകനും വാഗ്ദാനം ചെയ്തിട്ടുള്ളത്? ഞങ്ങളെ രണ്ടുപേരും കൊല്ലാന്നും കൂടി പറഞ്ഞിട്ടുണ്ടോ? അമ്മ അതിനും മടിക്കില്ല, എനിക്കത് ഉറപ്പാ. ഇന്നിത് തിരിച്ചറിയാൻ പറ്റിയില്ലെങ്കിൽ ഒരു ആയുഷ്കാലം മുഴുവൻ ഞങ്ങൾ ഈ നാണക്കേടും ചുമന്ന് നടക്കേണ്ടി വരില്ലായിരുന്നോ? അതുകൊണ്ടാ ഈ ചോദിക്കുന്നെ. ഇനി അവരെന്തെങ്കിലും അമ്മയെ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ടോന്ന്. ആവശ്യമുള്ളതിന് ഇല്ലാത്തതിനൊക്കെ വാ തുറന്ന് ബഹളം വെക്കില്ല അമ്മ. ഇപ്പൊന്നും പറയാല്ലേ അമ്മയ്ക്ക്? മോനെ ദേവ, ഒന്നും അമ്മയുടെ തെറ്റല്ലടാ. ഇടയ്ക്കിടയ്ക്ക് തലയിൽ ഒരു വല്ലാത്ത ശബ്ദമാ. ആ നേരത്ത് കൺമുന്നിൽ ആരാ വരുന്നത്, എന്താ പറയുന്നെന്നൊന്നും അമ്മയ്ക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ലടാ. കുറച്ചു കാലായിട്ട് എന്ത് ചെയ്താലും വല്ലാത്ത മറവിയാടാ.
അതിനിടയിൽ ആരെങ്കിലും അമ്മയെ ചതിച്ചിട്ടുണ്ടോന്ന് അമ്മയ്ക്ക് അറിഞ്ഞൂടാടാ മോനെ. മതി അമ്മേ. അമ്മ കരഞ്ഞു കാണിച്ചാലും ബഹളം വെച്ചാലും വിശ്വസിക്കുന്ന കാലൊക്കെ കഴിഞ്ഞു. നിർത്താനല്ലേ പറഞ്ഞത്? ഒരു കാര്യം ഞാൻ അമ്മയോട് വ്യക്തമായിട്ട് പറയാം. കണിമംഗലം കുടുംബത്തിൽ കുഴപ്പക്കാരായ ചിലരൊക്കെ ഉണ്ട്. അവരൊക്കെ ഇപ്പൊ അമ്മയ്ക്ക് വളരെ പ്രിയപ്പെട്ടവരാ. പക്ഷെ എന്റെ രാധിക മോൾക്ക് ദോഷം വരുന്ന ഒരു കാര്യം ആരെങ്കിലും ചെയ്താ ഓർക്കാൻ പറ്റും. അമ്മ ഇനി ഞങ്ങൾ വിശ്വസിക്കില്ല, ഒരു കാലത്തും വിശ്വസിക്കില്ല. വേണ്ട. യശോദേ, ഈ വീട്ടിൽ ഇനി ആര് വന്നാലും അമ്മയോ പ്രിയങ്കയോ അവരെ കാണാൻ പാടില്ല. പിന്നെ മനസ്സിലായില്ലേ? ഇനി എന്തിനാ അമ്മ ഇങ്ങനെ നോക്കിയിരിക്കുന്നേ? അമ്മയുടെ അഭിനയൊന്നും എനിക്ക് കാണണ്ട. എന്നെ മുന്നിൽ പോവാ. പോവാൻ പറഞ്ഞില്ലേ? അമ്മ ഒന്നും സമ്മതിച്ചു തരില്ല ദേവേട്ട. എന്ത് പറഞ്ഞാലും ഭ്രാന്തും ഓർമ്മക്കുറവും. ഇനി നമുക്ക് ശ്രദ്ധിക്കാം. എത്രയൊക്കെ ക്രൂരത കാണിച്ചാലും ഭഗവാൻ നമ്മളെ കൈവിടില്ലെന്ന് അമ്മയ്ക്കും മറ്റുള്ളവർക്കും ബോധ്യമായി കാണും. വാ